ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത L2 എമ്പുരാൻ ഇപ്പോഴത്തെ 8ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം കർണാടകയിൽ നിന്നുള്ള ഒഫീഷ്യൽ കളക്ഷനും പുറത്തു വന്നിരിക്കുകയാണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ സിനിമയിൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമയിലെ അസ്രായേൽ ഗാനം ഇന്ന് വൈകിട്ടോടെ ആശീർവാദ സിനിമാസ് യൂട്യൂബ് ചാനലിൽ റിലീസ് ആയിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ അവസാന ഭാഗത്ത് ഉഷാ ഉദുപ്പ ആലപിച്ച ഗാനം വലിയൊരു ആവേശം നൽകുന്ന ഒന്നായിട്ടാണ് മാറിയത്. യൂട്യൂബിൽ ഇതിനോടകം തന്നെ ഗാനം ലിറിക്കൽ വീഡിയോ ഗാനം ലഭ്യമാണ്. കാണൂ, അഭിപ്രായങ്ങൾ പറയൂ. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പാനന്തൻ സിനിമ ഏറ്റവും വലിയ വിജയമായി മാറിയത് കർണാടകയിലാണല്ലോ. കർണാടകയിൽ നിന്നുള്ള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 10 കോടി കടന്ന വിവരം കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ കർണാടക വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത് 10 കോടിയിലധികം കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ എമ്പുരാൻ വരുന്ന ഒരു സംസ്ഥാനം കൂടിയായിട്ട് കർണാടക മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എമ്പുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 67 കോടിയിലധികം കളക്ഷൻ 7 ദിവസങ്ങൾ കൊണ്ട് പിന്നിട്ട സിനിമ വിദേശ രാജ്യത്ത് നിന്ന് മാത്രം 130 കോടിയോളം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തത്. ഓവർസീസിൽ ഒരു മലയാളം സിനിമയുടെ ആദ്യത്തെ $9 മില്യൺ മുതൽ $15 മില്യൺ വരെ കടക്കുന്ന സിനിമ കൂടിയായിട്ട് എമ്പുരാൻ എന്ന സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിച്ചതുപോലെ 7 ദിവസങ്ങൾ കൊണ്ട് 230 കോടി കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ പ്രതീക്ഷിച്ച പോലെ 10 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലായിടത്തും തരംഗമായി സിനിമ വേറെ ലെവൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നു. ഇതിനിടയിൽ ഇന്നത്തെ സിനിമയുടെ അവസാന മണിക്കൂറിലെ ബുക്കിംഗ് വർക്കിംഗ് ദിവസം പോലും 5000-ന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായിട്ട് അറിയിക്കാനായിട്ടുള്ളത്. എന്തായാലും അടുത്ത വീക്കെൻഡ് ഇങ്ങെത്തുകയാണ്. കാത്തിരിക്കൂ ഈ വീക്കെൻഡിൽ ഉൾപ്പെടെയുള്ള അടുത്ത കളക്ഷൻ അറിയാനായിട്ട്.